പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടായ ഒരു സ്ഥലമാണ് അയോധ്യ. ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നിരുന്നു. അതിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും അതേപോലെ മറ്റു ചില ആളുകളുമൊക്കെ പറഞ്ഞത് അയോധ്യയില് ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിൽ കൊള്ള നടന്നു, ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് കിട്ടിയിട്ടുള്ള സംഭാവനയിൽ വലിയ കൊള്ള നടന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന സമയത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള ചർച്ചകളും രാജ്യത്ത് നടന്നിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഈ അടുത്തിടയിൽ പാർലമെന്റിന് മുന്നിൽ തന്നെ ഒരു വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ച് അതൊരു വലിയ വിവാദം, ഹിന്ദു സന്യാസിമാരെയും ഹിന്ദു ദൈവങ്ങളെയും ഒക്കെ അപമാനിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ വിവാദവും ആ പ്രതിഷേധത്തെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രീരാമക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് കേരളത്തിലടക്കം പ്രതിപക്ഷ ആളുകൾ ഉയർത്തിയ ഒരു വലിയ ആരോപണമാണ് സംഘികൾ രാമക്ഷേത്രം പണിഞ്ഞത് പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇതിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ്ങും അതിൻ്റെ കണക്കുകളും ഒക്കെ കേന്ദ്ര സർക്കാർ പുറത്തു വിട്ടിരിക്കുകയാണ്. ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിയ ആളുകളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഓഡിറ്റിംഗ് വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുള്ളത്. അയോധ്യയിൽ വലിയ തോതിൽ കോടിക്കണക്കിന് രൂപയുടെ സംഭാവന കൊള്ള നടന്നു എന്ന് പ്രചരിപ്പിക്കുന്നതിലെ വസ്തുത എന്താണെന്നാണ് ഈ ഓഡിറ്റിംഗ് കണക്കുകൾ പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അയോധ്യ ക്ഷേത്രത്തിന് വേണ്ടി ഭക്തരിൽ നിന്ന് എത്ര രൂപയാണ് സംഭാവന ലഭിച്ചത്? ഈ സംഭാവന ലഭിച്ച പണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ? അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന സമയത്താണ് ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിലെ ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള യഥാർത്ഥ കണക്കുകൾ പുറത്തു വരുന്നു. അയോധ്യ ക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംഭാവനയായിട്ട് പണം സ്വീകരിച്ചിട്ടുണ്ട്. ഈ പണം 3300 കോടി രൂപയാണെന്നാണ് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ 3300 കോടി രൂപയ്ക്ക് കൃത്യമായ കണക്കുണ്ട്. അത് വളരെ വ്യക്തവും സുതാര്യവുമാണെന്ന് ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്നതായി കേന്ദ്ര സർക്കാർ പറയുന്നു. ഇതിനിടയിലാണ് അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിന്റെ സംബന്ധിച്ചിട്ട് അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് സ്വതന്ത്രമായ ഒരു ഓഡിറ്റിംഗ് നടന്നതായിട്ടാണ് പുറത്തു വരുന്നത്. വി ശങ്കർ അയ്യർ ആൻഡ് കമ്പനിയാണ് ഈ സ്വതന്ത്ര ഓഡിറ്റിംഗ് നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ ഓഡിറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ട്രസ്റ്റിന് കിട്ടിയിട്ടുള്ള ഓരോ പൈസയ്ക്കും കൃത്യമായ കണക്കുണ്ടെന്നും അങ്ങനെ സംഭാവനയായി ലഭിച്ച പൈസയിൽ ഒരു തരത്തിലുള്ള അഴിമതിയോ ക്രമക്കേടോ നടന്നിട്ടില്ല എന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കിട്ടിയ 3300 കോടി രൂപയിൽ 1800 കോടി രൂപ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനും അതേപോലെ തന്നെ 400 കോടി രൂപ ക്ഷേത്രത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനും ചെലവായിട്ടുണ്ട് എന്നാണ് ഓഡിറ്റിംഗിലെ വിവരം. അതേപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ചെലവാക്കിയ പൈസ കൃത്യമായി ബാങ്കിങ് സംവിധാനത്തിൽ കൂടിയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഈ ഓഡിറ്റിംഗിൽ വളരെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോപണം ഉയർത്തുന്നവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ചെലവുകളും വലിയ ചെലവുകളടക്കം അതെല്ലാം ബാങ്കിങ് സംവിധാനത്തിൽ കൂടിയാണ് നടത്തിയിട്ടുള്ളത്. ഒരാൾക്കും കൈകളിൽ പണമായിട്ട് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിനും
പണമായിട്ട് നൽകിയിട്ടില്ല എന്നതാണ് ഈ ഓഡിറ്റിങ്ങിൽ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത്. ഇങ്ങനെ എല്ലാ വരവ് ചെലവുകൾ ബാങ്കിങ് സംവിധാനത്തിൽ കൂടി കൃത്യമായി നടത്തിയത് കൊണ്ട് ക്ഷേത്ര നിർമ്മാണത്തെ സംബന്ധിച്ചിട്ടുള്ള, അതുമായിട്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ കണക്ക് ബാങ്കിങ് സംവിധാനത്തിൽ കൂടി ചെലവഴിച്ചതുകൊണ്ട് കൃത്യമായ കണക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. അതേ സമയത്ത് ക്ഷേത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ക്ഷേത്രത്തിൽ കാണിക്കയായിട്ട് കിട്ടിയിട്ടുള്ള പണത്തെ സംബന്ധിച്ചിട്ടുള്ള മോഷണം നടന്നിട്ടുണ്ട്. ആ മോഷണത്തെയാണ് ചിലര് അയോധ്യയിലേക്ക് ക്ഷേത്രം പണിയാൻ കിട്ടിയ കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചു എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ അയോധ്യയിൽ നടന്നത് കാണിക്കയായിട്ട് കിട്ടുന്ന പണം അത് മോഷ്ടിക്കുന്ന ഒരു ശ്രമം, മോഷ്ടിക്കുന്ന ഒരു കാഴ്ചയാണ്, ഒരു സംഭവമാണ് അയോധ്യയിൽ നടന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്? അയോധ്യയില് കിട്ടുന്ന കാണിക്കയായി കിട്ടുന്ന പണം നേരിട്ട് യന്ത്രങ്ങളിൽ എണ്ണുന്ന രീതിയല്ല ഉള്ളത്. ആ കാണിക്കയായിട്ട് കിട്ടിയ പണം അത് നോട്ടുകളും നാണയത്തുട്ടുകളും ആദ്യം തരംതിരിച്ച് മാറ്റിവെക്കും. അതിനുശേഷമാണ് അത് യന്ത്രങ്ങളിൽ കൂടി എണ്ണുന്ന ഒരു സംവിധാനം ഉള്ളത്. ഈ തരംതിരിക്കൽ ഘട്ടത്തിലാണ് ഈ കാണിക്കയായിട്ട് കിട്ടിയ പണം തരംതിരിക്കുന്ന സമയത്താണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നാണ് കൃത്യമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. കൃത്യമായ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാണിക്കയായി കിട്ടിയ പണം തരംതിരിക്കുന്ന സമയത്ത് മോഷണം നടത്തിയ 6 പേരെ കൃത്യമായിട്ട് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കരാർ കമ്പനിയായിട്ടുള്ള സൈനിക് സെക്യൂരിറ്റി സർവീസിലെ ജീവനക്കാരാണ് ഈ 6 പേർ. ഈ 6 പേരെ കൃത്യമായി തെളിവടക്കം കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയാണ്. കാരണം പുറത്ത് നടക്കുന്ന ആരോപണങ്ങളിൽ ക്ഷേത്ര ട്രസ്റ്റിലെ അംഗങ്ങൾ കൊള്ളയടിച്ചെന്നും ഒക്കെയാണ്, അതേപോലെ തന്നെ സംഭാവനയായി കിട്ടിയ പണം കൊള്ളയടിച്ചു എന്നുമൊക്കെയാണ് ആരോപണങ്ങൾ ഉള്ളത്. എന്നാൽ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി വ്യക്തമാക്കി, ഇത് അവിടുത്തെ കരാർ ജീവനക്കാർ 6 കരാർ ജീവനക്കാർ അവര് പണം തരംതിരിക്കുന്ന സമയത്താണ് ഈ മോഷണം നടത്തിയിട്ടുള്ളത്. അല്ലാതെ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് ഈ മോഷണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരെ ആരെയും തന്നെ ഒരു തെളിവും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും അവർക്കെതിരെ ഒരു തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും അത്തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്കും കടന്നിട്ടില്ല. കരാർ ജീവനക്കാരായിട്ടുള്ള 6 പേരാണ് ഈ സംഭാവന, ഈ കാണിക്കയായി കിട്ടിയിട്ടുള്ള പണം മോഷണം നടത്തിയതിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കൃത്യമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ക്ഷേത്രം പണിയുന്നതിനായി ഭക്തജനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള 3300 കോടി രൂപയിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ എന്നാണ്. ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. മറിച്ച് നടന്നിട്ടുള്ളത് ക്ഷേത്രത്തിലെ കാണിക്കയായിട്ട് കിട്ടിയ പണം, ആ പണം തരംതിരിക്കുമ്പോൾ നടന്നിട്ടുള്ള മോഷണ ശ്രമമാണ്. കൃത്യമായി 3300 കോടി രൂപയ്ക്ക് ബാങ്കിങ് സംവിധാനത്തിലൂടെ ചെലവഴിച്ച പൈസയ്ക്ക് വളരെ കൃത്യമായ കണക്കുകൾ ഉണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടന്നു എന്ന് പറയുന്നത് വിരുദ്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അയോധ്യ ക്ഷേത്രത്തിൽ നടന്നത് കാണിക്ക തരംതിരിക്കുന്ന സമയത്തുള്ള തട്ടിപ്പാണ്. ആ തട്ടിപ്പ് നടത്തിയ 6 പേരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലും അറസ്റ്റ് ചെയ്തു എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ക്ഷേത്ര നിർമ്മാണത്തിനായി ഭക്തജനങ്ങൾ നൽകിയ 3300 കോടി രൂപയിൽ 1800 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും 400 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിനും ചെലവഴിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിക്കുന്ന കൃത്യമായ ബാങ്കിങ് രേഖകളും ഓഡിറ്റിങ്ങും എല്ലാം വളരെ
കൃത്യമാണ്. പിന്നെ നടന്നിട്ടുള്ളത് ക്ഷേത്രത്തിലെ കാണിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മോഷണമാണ്. ആ മോഷണത്തിൽ 6 പേരെ ഇതുവരെ നിലവിൽ പിടിച്ചിട്ടുണ്ട്. ഈ മോഷണ ശ്രമത്തിന് പിന്നിൽ ഇനിയും ആളുകളുണ്ടോ? എത്ര രൂപയാണ് ഈ മോഷണത്തിലൂടെ നഷ്ടമായത്? അതേപോലെ ഈ മോഷണത്തിന് പിന്നിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശക്തികള്, ആളുകള് അതിന്റെ പിന്നിൽ പ്രേരണയായിട്ട് ഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇനിയും വളരെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ വ്യക്തമാണ്. അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകിയ പണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്നുള്ളത് വാസ്തവത്തിൽ കള്ളപ്രചരണമാണ്. ഭക്തജനങ്ങൾ നൽകിയിട്ടുള്ള, ക്ഷേത്ര നിർമ്മാണത്തിന് നൽകിയിട്ടുള്ള പണവും മറ്റ് സാമഗ്രികളും ഒരു തരത്തിലും നഷ്ടം സംഭവിച്ചിട്ടില്ല. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ കാണിക്കയായി നൽകുന്ന പണത്തിലാണ് ഇപ്പോൾ മോഷണം നടന്നിട്ടുള്ളത്. അത് കൃത്യമായി പിടിക്കപ്പെട്ടു. അതിലെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു, നിയമ നടപടികളിലേക്ക് കടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ കേരളത്തിലടക്കം പ്രചരിപ്പിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ, സംഘികൾ ക്ഷേത്രം കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് രാമക്ഷേത്രം പണിത് എന്നുള്ള ആ ആരോപണം യഥാർത്ഥത്തിൽ കരാർ ജീവനക്കാരുടെ മോഷണമാണ് അവിടെ നടന്നത്. അല്ലാതെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. അവരുടെ ഭാഗത്തു നിന്നും 1 രൂപയുടെ പോലും അഴിമതി നടന്നിട്ടില്ല. ക്ഷേത്രത്തിൽ വിശ്വാസപൂർവ്വം ഭക്തജനങ്ങൾ സമർപ്പിച്ച ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപയിൽ ഒരു അഴിമതി നടന്നിട്ടില്ല. കരാർ ജീവനക്കാരുടെ ക്ഷേത്രത്തിൽ കിട്ടിയ കാണിക്ക തരംതിരിക്കുന്ന സമയത്ത് നടത്തിയ മോഷണം മാത്രമാണ് അയോധ്യയിൽ നടന്നത്. ബാക്കിയുള്ള എല്ലാ കള്ളപ്രചരണങ്ങളാണ്, വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രമാണ്. നമസ്കാരം.